ഞാനും ഇവളും എന്നും തന്തയില്ലാത്ത എനിക്ക് വരാൻ ഇനിയും അങ്ങനെ തന്നെ ആയിരിക്കും. നിന്റെയും നിന്റെ അച്ഛന്റെയും ഒരു ഔദാര്യം ഇവിടെ ആർക്കും പട്ടിക്ക് വേണ്ടടാ. സിനിമയിലെ ഒരു സ്വഭാവ നിറയ ശ്രീ ലാലു അലക്സ്. എന്റെ പെങ്ങളുടെ കല്യാണം നിശ്ചയിക്കാൻ നടത്താനും നിനക്കെന്ത് അധികാരമാടാ? നിന്റെ ചത്തുപോയ അച്ഛന്റെ അധികാരം വെച്ചാണെങ്കിൽ വേണ്ട. ഞാനും ഇവളും എന്നും തന്തയില്ലാത്ത എനിക്ക് വരാൻ ഇനിയും അങ്ങനെ തന്നെ ആയിരിക്കും. നിന്റെയും നിന്റെ അച്ഛന്റെയും ഒരു ഔദാര്യം ഇവിടെ ആർക്കും പട്ടിക്ക് വേണ്ടടാ. നിന്റെ അച്ഛന്റെ അന്ത്യം എന്റെ കൈകൊണ്ട് ആവണമെന്നുണ്ട്. പക്ഷേ ദൈവം ഒന്നും അനുവദിച്ചില്ല. അല്ലെങ്കിൽ തന്നെ എന്റെ അമ്മയ്ക്ക് എപ്പോഴും നിന്റെ അച്ഛന്റെ അഭിമാനമാണല്ലോ ഏറ്റവും വലുത്. അന്നത്തെ കാര്യം തുറന്നു പറഞ്ഞെങ്കിൽ നീ ഇന്ന് ഉണ്ടാവുക എന്നോടാ. എന്റെ അമ്മയുടെ ദയയും ദക്ഷിണും കൊണ്ടാ നീ നിന്റെ അച്ഛനും ഇത്രയും കാലം തലയുയർത്തി നടന്നത്. ലോകത്തിന്റെ മുമ്പിൽ തലതാഴ്ത്തപ്പെട്ടവനാ ഞാൻ. തന്തയില്ലാത്തവൻ എന്ന പേരും സ്വീകരിച്ചുകൊണ്ട് ഇപ്പോ ദൈവമായിട്ടാ എന്നെ വരുത്തിയത്. ഇതിന് പ്രതികാരം ചെയ്യൽ ദൈവം എന്നോട് കണക്കിച്ചു പോയി. ഏട്ടനോ? ആരാടാ നിന്റെ ഏട്ടൻ? നിന്റെ അന്തകനാണ് ഞാൻ, നിന്റെ സർവൈശ്വരന്റെ അന്തകൻ. ദൈവത്തിന് നിരക്കാത്ത ഒരുപാട് കാര്യങ്ങൾ ചെയ്തു കുട്ടിട്ടുണ്ടല്ലോ ഇവനും എന്റെ അച്ഛനും. ഈ പെങ്ങളുടെ അവകാശം പറഞ്ഞുകൊണ്ട് അവളുടെ നിഴൽപ്പെട്ടു പോലും വരാൻ നിന്നെ ഞാൻ അനുവദിക്കില്ല. എനിക്കും കൂടെ അവകാശപ്പെട്ട മണ്ണാടായത്. എന്റെ പെങ്ങളുടെ സുഖവും ദുഃഖവും നിന്നെ എനിക്കറിയിക്കുന്ന കാര്യമില്ല. സുഖമായിരുന്നാലും ദുഃഖമായിരുന്നാലും അവൾ എന്റെ മാത്രം പെങ്ങളാണ്. നമ്മൾ സന്തോഷമായി ജീവിക്കണമെങ്കിൽ ഇവൻ ഈ നാട്ടിൽ നിന്ന് പോണം. നിന്നെ ഞാൻ നാട്ടിൽ നിന്ന് തുരത്തുണ്ടാ. ഈ നിൽക്കുന്ന ഹരീന്ദ്രനുമായി എന്റെ പെങ്ങളുടെ കല്യാണം ഞാൻ മറിച്ച് ഈ നിൽക്കുന്ന യവനുമായിട്ടാണ് കല്യാണം നടത്താൻ നീ ഉദ്ദേശിച്ചെങ്കിൽ ഈ ശേഖരൻ കുട്ടിയെ നിനക്ക് കൊല്ലേണ്ടി വരും.